ഷോ, ഒരു വിധത്തിലല്ലേ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതെ അതെ. അല്ലോ, അവിടെ നിന്നെന്റെ നല്ല ജീവൻ അങ്ങ് പോയിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ആ ഭൂതം നമ്മളെയൊക്കെ ശരിയാക്കുമെന്ന്. ഞാനും വിചാരിച്ചിരുന്നു. ജിംബു ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടതാ നമ്മൾ. ആഹാ, നിങ്ങൾ വന്നോ? എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷം? ഓ, അവിടുത്തെ വിശേഷമോ? അതൊക്കെ നല്ല വിശേഷം തന്നെ. നീ വരാത്തത് നന്നായി. നീ അങ്ങ് വന്നിരുന്നെങ്കിൽ പേടിച്ച് പേടിച്ച് അപ്പിയിട്ടേനെ. അതെന്താ? ഷോ, അതെന്താണെന്നോ? അതൊക്കെ ഒരു കഥയാണ് എന്റെ മോനെ. കാണേണ്ടതായിരുന്നു അവിടെ ഒരു കരിമ്പൂതത്തെ. ഭൂതമോ? നിങ്ങൾ ഭൂതത്തെ കണ്ടോ? കണ്ടോന്നോ? ഓനുമായിട്ട് നമ്മൾ സംസാരിക്കുക വരെ ചെയ്തു. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? സത്യമാണോ? അതെടാ, സത്യമാ. ഞങ്ങൾ നേരിട്ട് ഭൂതത്തെ കണ്ടു. കറുത്ത ശരീരവും വെളുത്ത കണ്ണുമുള്ള ഒരു രൂപം. ഓ, നീ കാണേണ്ടത് തന്നെയായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇവൻ കാണാത്തത് നന്നായി. അതേ ചെറുക്ക, ഇതൊക്കെ ഞങ്ങളെ പോലെ ധൈര്യശാലികൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നീ അങ്ങ് വന്നിരുന്നെങ്കിൽ പേടിച്ച് പേടിച്ച് അവിടെ നിന്ന് വിറച്ചേനെ. ഹോ, ഒരു പേടിക്കാത്ത ഒരാള്. കാണേണ്ടതായിരുന്നു അവിടുന്ന് പാത്തുമ്മാനെ. പേടിച്ച് പേടിച്ച് പാത്തുമ്മ ഒരു വകയായിക്ക്. ഒന്ന് പോടെ ഇവനെ ആടുന്ന്. ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ നിങ്ങൾ പേടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊരു കൂട്ടിന് വേണ്ടി പേടിച്ചു തന്നതാ. അല്ലാണ്ട് പാത്തുമ്മക്ക് പേടിച്ചിട്ടല്ല അല്ലേ? അല്ലാന്ന് പറഞ്ഞില്ലേ? ശരിക്കും എനിക്ക് പേടിയില്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ പാത്തുമ്മക്ക് ഒറ്റയ്ക്ക് ഇനിയും ആ കോട്ടയിൽ പോകാൻ ധൈര്യമുണ്ടോ? എന്ത്? എവിടെ? ആ കോട്ടയിലേക്ക് തന്നെ. കോട്ടയോ? അതെ, ആ ഭൂതത്താൻ കോട്ട. അത് പിന്നെ ധൈര്യമൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴല്ലേ അവിടെ നിന്നും തിരിച്ചു വന്നത്. അതുകൊണ്ട് എനിക്കിപ്പം പോകാൻ മൂടില്ല. ഞങ്ങൾക്ക് മനസ്സിലായി പാത്തുമ്മാന്റെ ധൈര്യം. പെണ്ണെ, വെറുതെ എന്റെ വായിലുള്ളതൊന്നും കേൾക്കണ്ട. ഓ, തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരും വന്നോ? ഇതെവിടെയായിരുന്നു കറങ്ങിത്തിരിയാൻ പോയത്? അതെന്താ ചെവി കേൾക്കുന്നില്ലേ? അത് പിന്നെ കമലേ, ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാ. കറങ്ങാൻ പോകാൻ പറ്റിയൊരു പ്രായം. ഈ പിള്ളേരെ വഷളാക്കുന്നത് നീയാ. ഞാനോ? അതെ, ഇവർക്കോ ബുദ്ധിയില്ല. നീയാണെങ്കിൽ അതിന്റെ ബാക്കി പിള്ളേര് കളിയും. എത്ര സമയമായി പുറത്തു പോയിട്ട്? എന്തിനാ മമ്മി വെറുതെ പാത്തുമ്മാന്റെ കൂടി ദേഷ്യം പിടിക്കുന്നത്? അതെ, ഞങ്ങൾ വിളിച്ചിട്ടാ പാത്തുമ്മ ഞങ്ങളുടെ കൂടെ വന്നത്. അതന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ മക്കളെ. ഇജ്ജ് ചൂടാവണ്ട കമ്മലെ, ഞങ്ങൾ ഇങ്ങ് തിരിച്ചു വന്നില്ലേ. ആഹാ, ഇപ്പൊ ഞാൻ പറയുന്നതാ കുഴപ്പം. ഇനി മേലാ കാണട്ടെ ഇങ്ങനെ തെണ്ടി തിരിയാൻ പോകുന്നത്. ഇവിടെ അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ഒക്കെ ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യണമെന്ന് വെച്ചാൽ? നിങ്ങളുടെ വർത്താനം കഴിഞ്ഞെന്ന് വെച്ചാൽ ഒന്നിങ്ങ് അടുക്കളയിലോട്ടേക്ക് വാ. വല്ലതും വെട്ടി വിഴുങ്ങി തിന്നണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണം. ഷോ, ഈ മമ്മിയുടെ ഒരു കാര്യം. ഇനിയിപ്പൊ നമുക്ക് വിചാരിച്ചതുപോലെ ഒരു സ്ഥലത്ത് പോകാനും പറ്റില്ല. അതെ അതെ. അതൊക്കെ പോട്ടെ, നിങ്ങൾ പോയി വന്നിട്ട് ജിംബുവിനെ വിളിച്ചില്ലേ? ഇല്ല. നമുക്ക് പറ്റിപ്പോയി. നമ്മൾ നേരത്തെ അവനെ വിളിക്കേണ്ടതായിരുന്നു. നീ ഒന്ന് വിളിക്കവനെ. ആ ശരി. ജിംബൂമ്പ, ജിംബാലു ജിംബു വരട്ടെ. ഹായ്, ജിംബു വന്നു. കൽപ്പിച്ചാലും ഹുസൂർ, ഞാൻ എന്താണോ വേണ്ടത്? നോക്ക് ജിംബു, അവരുടെ ഒരു അഹങ്കാരം. ഞാനൊരു സൂത്രം കാണിക്കാം. ജീംഭൂമ്പ, 2 പേരും വീഴട്ടെ. അയ്യോ, വീണ്ടും അപകടം. അയ്യോ, എന്റെ നടുവൊടിഞ്ഞേ. എന്റെയും. ഇതെന്ത് വാടി നമുക്കിങ്ങനെ അപകടം വന്നോണ്ട് നിൽക്കുന്നത്? എനിക്കറിയില്ല. ദാ നോക്കടി, പുറകിൽ നിന്നും അവര് നോക്കിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ ഇങ്ങ് എഴുന്നേൽക്കാം. എന്തോ നാടി നിന്ന് കിളിക്കുന്നത്? നിങ്ങൾ എന്താ പൂരം കാണാൻ വന്ന് നിന്നതാണോ? അതെ, ഞങ്ങൾ ഊരി വീണത് കണ്ട് ആസ്വദിക്കുകയാണോ നിങ്ങൾ? അയ്യോ അല്ല,
നിങ്ങൾക്കിത് എത്ര കിട്ടി? എന്നിട്ടും നിങ്ങളൊരു പാഠം പഠിക്കുന്നില്ലല്ലോ. ഞങ്ങളെ പാഠം പഠിപ്പിക്കാനേ നിങ്ങൾ നോക്കണ്ട. ഞങ്ങൾ ആവശ്യത്തിന് പഠിച്ചിട്ടാ ഇവിടം വരെ എത്തിയത്. മനസ്സിലായോ? വാടി സുമേ. എന്താ ജിംബു ഇവരുടെ സ്വഭാവം ഇങ്ങനെ? അവർക്ക് എത്ര കിട്ടിയിട്ടും അവർ പഠിക്കുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളോട്, അവരുടേതൊരു പ്രത്യേക തരം സ്വഭാവമാണെന്ന്. അവരോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല. മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? എന്താ പാത്തുമ്മ? നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങിയാലോ? വെറുതെ ഇവരോട് മത്സരിച്ചാൽ നമ്മൾ തോൽക്കത്തേ ഉള്ളൂ. അയ്യോ, നാട്ടിലേക്ക് മടങ്ങാനോ? തിരിച്ചു പോകാനായിട്ടില്ല പാത്തുമ്മ. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, 2 ദിവസത്തേക്ക് മമ്മിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെ അതെ, മമ്മി വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മമ്മിയുടെ കൂടെ തിരിച്ചു പോകാമല്ലോ. ശരി, എന്നാ നിങ്ങൾ പറയുന്നത് പോലെ. പക്ഷേ നിങ്ങൾ ഇനി അവരുടെ കൂടെ വഴക്കിനൊന്നും പോകരുത്. ഷോ, ഇല്ല പാത്തുമ്മ, അവരുടെ സ്വഭാവം ഇത്രയും വൃത്തികെട്ടതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി. പക്ഷേ പാത്തുമ്മ അവരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവരെ വെറുതെ വിടുന്നത്. ജിംബു, നീ ഇപ്പൊ തൽക്കാലം ഒന്നും അവരെ ചെയ്യണ്ട. നിന്റെ മന്ത്രശക്തി എന്താണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നിന്നെ നഷ്ടമാകും. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവര്. നിങ്ങൾക്കിപ്പം ഏകദേശം അവരുടെ സ്വഭാവം പിടികിട്ടിയതല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നും നാട് വിട്ടത്. ശരി, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. മക്കളെ. അയ്യോ, അതാരാണ് മക്കളെ എന്ന് വിളിക്കുന്നത്? ദാ നോക്ക് ചേച്ചി, അതാരാണെന്ന്. അയ്യോ, മമ്മി വന്നു. മമ്മി. മക്കളെ, ഇതെന്താ മമ്മി സർപ്രൈസ് ആയിട്ട് വന്നത്? അതെന്താ മക്കളെ, എനിക്ക് നിങ്ങളെ കാണാൻ വന്നുകൂടെ? കമലേ. ആ പാത്തു, എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ കമലേ. കമലേ, നിനക്കെങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇവിടെയാ ഉള്ളതെന്ന്? ഞാൻ അന്വേഷിച്ച് നിന്റെ വീട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തി ബെല്ലടിച്ചപ്പോൾ നിങ്ങളൊന്നും അവിടെ ഇല്ല. അങ്ങനെ ഞാൻ അപ്പുറത്തുള്ള ആളോട് ചോദിച്ചാണ്. അപ്പം അവരാ പറഞ്ഞത് നിങ്ങൾ ഈ വഴി ഇങ്ങോട്ടേക്ക് നടന്നെന്ന്. അല്ല പാത്തു, ഇതാരാ? ഷോ, ഇതോ? അയ്യോടാ, മമ്മിക്ക് ജിംബുവിനെ അറിയില്ല. ഒരു കാര്യം ചെയ്യാം, പാത്തുമ്മന്റെ ബന്ധുവാണെന്ന് പറയാം. അതെ അതെ. ഷോ, മമ്മി അതോ? അത് പാത്തുമ്മന്റെ ബന്ധുവാണ്. പേര് ജിംബു. ഹോ, ജിംബു എന്നോ? നല്ല പേര്. അതെ കമലേ, ഇതെന്റെ ബന്ധുവാണ്. അല്ല മക്കളെ, നിങ്ങൾ എന്താക്കുക ഇവിടുന്ന്? അത് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യം മമ്മിയോട് പറയാനുണ്ട്. അയ്യോ വേണ്ട മക്കളെ, അതൊന്നും കമലയോട് പറയണ്ട. എന്താ? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണെങ്കിലും പറയൂ. അത് പിന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മമ്മി. ഞങ്ങളൊക്കെ മമ്മിയോട് പറയാം. ഓഹോ, അപ്പൊ ഇതൊക്കെയാണോ ഇവിടുത്തെ പ്രശ്നങ്ങൾ? നീ വിഷമിക്കണ്ടടി പാത്തു. നിങ്ങൾ എനിക്കും അവരെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എല്ലാം ശരിയാകും, നീ വിഷമിക്കണ്ടടി.